Mr. X, written and directed by Manu Anand, Arya, Gautam Karthik, Manju Warrior, Sharath Kumar തുടങ്ങിയവർ അഭിനയിച്ച ഒരു തമിഴ് സ്പൈ ആക്ഷൻ ത്രില്ലർ പടമാണ് ഇന്ന് ഈ സിനിമയെ കുറിച്ച്. വേണമെങ്കിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു ന്യൂക്ലിയർ ഡിവൈസ് വർഷങ്ങൾക്ക് മുമ്പ് അത് കാണാതെ പോയതാണ്. അതും ഒരു റോ ഏജന്റിനെയും ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിലെ റോ ചീഫായ ഇന്ദിരാ വർമ്മയും സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള ഗൗതമും ഒക്കെ കൂടി ശ്രമിക്കുന്നതാണ് ഈ സിനിമ പറയുന്നത്. ഈ മിഷൻ ഇമ്പോസിബിൾ ഉണ്ടാക്കാൻ നോക്കിയിട്ട് അതിന്റെ സ്പൂഫായിട്ട് മാറിയ പടമാണ് മിസ്റ്റർ എക്സ്. ഈ പടത്തിന് എന്താ മിസ്റ്റർ എക്സ് എന്ന് പേരിട്ടെന്ന് അറിയാവോ? നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ അല്ല ആൺകുട്ടിയാണെങ്കിലും നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ ഈ പടം കൊണ്ട് കാണിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ മിസ്റ്റർ എക്സ് ആയി മാറും. മനസ്സിലായില്ലേ? എന്തിനാണ് ഈ പടം എന്നെ കൊണ്ട് കാണിച്ചത്? ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സ് ആയി മാറുമെന്ന്. ഇത് ക്ലീഷയാണെന്ന് പറഞ്ഞാൽ ക്ലീഷ കൂടെ നമ്മളെ പുച്ഛിക്കും. അത് പോടെ, ഇതൊന്നും എന്റെ തലയിൽ കെട്ടിവെക്കല്ലേ എന്നും പറഞ്ഞു. ഈ 2000-ലും 2010-കളിലും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാ ക്ലീഷകളും, നായകന്റെ ഹീറോയ്ക്ക് ഇൻട്രോ അടി, നായികയെ കാണിച്ച് ക്രിഞ്ച് പാട്ട് തുടങ്ങിയ എല്ലാ ആചാരങ്ങളുമായിട്ടാണ് ഈ പടം തുടങ്ങുന്നത് തന്നെ. ഈ നായകന്റെ ലവ് സ്റ്റോറിയും വില്ലന്റെ ബാക്ക് സ്റ്റോറിയും ഒന്നും ഇല്ലെങ്കിൽ ഈ പടത്തിന്റെ കഥയ്ക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണോ മിഷൻ ഇമ്പോസിബിൾ പോലെ ഒരു ഇന്ത്യൻ പടം ഉണ്ടാക്കാം എന്നുള്ള ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നെങ്കിലും അതിന്റെ എക്സിക്യൂഷൻ വമ്പിച്ച രീതിയിൽ പാളിയ ഒരു പടമാണ്. സ്ഥിരം ടെംപ്ലേറ്റ് ഐറ്റംസ്, ഒട്ടും ഇൻട്രസ്റ്റ് തോന്നാത്ത, ഒരു പുതുമയും ഇല്ലാത്ത, കണ്ടുമടുത്ത ഒരു കഥ, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി, എന്തിനോ വേണ്ടി തിളച്ച ക്യാരക്ടറുകൾ, കുറെ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാം ദുർബലമായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത് എന്തിന്? ഈ ഫസ്റ്റ് പാർട്ട് മര്യാദയ്ക്ക് ഉണ്ടാക്കിയിട്ട് പോരെ സെക്കൻഡ് പാർട്ടിന്റെ കാര്യം ചിന്തിക്കേണ്ടതുള്ളൂ. ക്യാരക്ടേഴ്സിൽ തമ്മിൽ ഭേദം റോയുടെ ഹെഡ് ഇന്ദിരാ വർമ്മയായിട്ട് വന്ന മഞ്ജു വാര്യരുടേതാണ്. ലുക്ക്, ആറ്റിറ്റ്യൂഡ് ഒക്കെ പിടിച്ചേക്കുന്നതൊക്കെ നൈസാണ്. ആക്ഷനും ഓക്കെ ആയിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതല്ല കഥ. ഗൗതം കാർത്തികിന്റെ ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് തോന്നിപ്പിച്ചായിരുന്നു. പക്ഷെ ലാസ്റ്റ് അതും കോമഡി പീസായിട്ട് മാറി. പക്ഷെ പടത്തിലെ ഏറ്റവും വലിയ കോമഡി പീസ് ആര്യയുടെ നായകൻ കഥാപാത്രമാണ്. ആര്യ വിചാരിക്കും ആര്യയുടെ അച്ഛനെയും അനിയത്തെയും ഒക്കെ കാണാതെ പോയതാണെന്ന്. പക്ഷെ ശരിക്കും ആര്യയാണ് കാണാതെ പോയതെന്ന വിധത്തിലുള്ള ഒരു പഴയ സോപ്പ് കെട്ടി കഥയാണ് പുള്ളിയുടെ ബാക്ക് സ്റ്റോറി. പിന്നെ റോ ഏജന്റ് ആയിട്ട് നിൽക്കണോ അതോ അത് കളഞ്ഞിട്ട് പ്രേമിച്ച് നടക്കണോ എന്നൊക്കെ സംശയമുള്ള ഒരു സ്പൈ ആണ്. ബോസ് മഞ്ജുവാര് നിർബന്ധിച്ച് ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ വേണേ ചെയ്യാം എന്ന വിധത്തിലുള്ള മൊത്തത്തിൽ എടാ സ്പൈയെ നിനക്കെന്താ വയ്യേ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. ഇനി ജോലി ചെയ്താലോ കാണിക്കുന്ന മുഴുവൻ കത്തിയുമാണ്. ബോംബ് കയ്യിൽ വെച്ചിട്ട് നടുക്കടലിലേക്ക് പോവുക, അനിയത്തിയും കാമുകയും രക്ഷിക്കാൻ വേണ്ടി കിലോമീറ്ററുകൾ ഓടുക, നായികയെ മിഷൻ ഇമ്പോസിബിൾ പടം കാണിച്ചിട്ട് നടത്തിക്കൊണ്ട് പോയിട്ട് വഴിയിൽ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ വന്നിട്ട് ബൈക്കിൽ കൊണ്ടുപോയി വീട്ടിൽ വിടുക. അല്ല, ബൈക്ക് ഉണ്ടായിരുന്ന പിന്നെ ഇതിനെ നടന്നത്? അങ്ങനെ എന്തൊക്കെയോ ഹോബികളാണ് പുള്ളിക്ക്. പിന്നെ ശരത് കുമാർ, റോ ഏജന്റായ പരമേശ്വര സൂര്യപ്രതാപോ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്. വലിയ കാര്യമൊന്നുമില്ല, ടോട്ടൽ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇടയ്ക്കൊക്കെ വന്നിട്ട് പോകും, എന്നിട്ട് ലാസ്റ്റ് എന്തൊക്കെയോ ആക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഇമ്പാക്ട് നൽകിയില്ല. ശരത് കുമാറിന്റെ മുഖത്ത് ചുളിവൊക്കെ മാറ്റി DAGing ഒക്കെ ചെയ്ത് കറുപ്പിച്ച് ചെറുപ്പമാക്കാൻ നോക്കിയിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഡാർക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തില്ല. അതുപോലെ അതിനെപ്പോഴാണ് ഓർത്തത് ഇതില് പ്രധാനമന്ത്രി ജി ഉണ്ട് കേട്ടോ. കൊള്ളാമായിരുന്നു കേട്ടോ. ലുക്കൊക്കെ ഒരു 50% കറക്റ്റ് ആയിരുന്നു. സർപ്രൈസിംഗ്ലി നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന, കുറച്ചുകൂടെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറാണ്. തമിഴ് പുള്ളിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ അപ്ഡേറ്റഡ് ജി എന്ന് പറയാം. ഇത് മോദിജിയെ കാണിക്കുകയാണെങ്കിൽ പുള്ളി എഴുന്നേറ്റ് കൈയടിക്കും. സോ ഇതെങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കാണിക്കാനുള്ള ഒരു ശ്രമം നടത്തണം കേട്ടോ. നൈസ് ആയിരിക്കും. പ്രേമിക്കാനായിട്ട് ക്രിഞ്ച് നായിക റോളിൽ അനഘ, പിന്നെ വേറെ കുറെ നടികളുണ്ട്. അതുല്യ രവി, റൈസ വിൽസൺ, പിന്നെ കാളി വെങ്കട്ട്, ജയപ്രകാശ്, അങ്ങനെ കുറെ പേരും പടത്തിലുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറ എഡിറ്റിംഗ് ഒക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. കളർ ടോൺ കൊള്ളാം. ബാക്കിയൊന്നും അങ്ങനെ എടുത്തു പറയാനായിട്ട് തോന്നുന്നില്ല. ലോജിക്കൽ ഇഷ്യൂസ്, ഇമോഷണൽ കണക്ഷൻ, ഈ വാക്കുകൾക്കൊന്നും ഈ പടത്തിന്റെ നിഘണ്ടുവിൽ ഒരു സ്ഥാനവും ഇല്ല. ഈ മഞ്ജു വാര്യരുടെ ഒക്കെ കിടിലൻ റോളാണെന്നൊക്കെ പറഞ്ഞു പറ്റിച്ചായിരിക്കും, പക്ഷെ ഔട്ട്പുട്ട് വന്നപ്പോൾ പഴയ ബോംബ് കഥയായി പോയി. എന്തിനോ വേണ്ടി തിളച്ച ഒരു സ്പൈ സാമ്പാർ. മൊത്തത്തിൽ ഒരു പൂവർ ക്ലീഷേ സ്പൈ ത്രില്ലറാണ് മിസ്റ്റർ എക്സ്. എനിക്ക് പേഴ്സണലി പടം വർക്കായില്ല, പക്ഷെ എന്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക് ഇതൊരു ഗംഭീര സിനിമയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇതിന്റെ സെക്കൻഡ് പാർട്ടും വരുന്നുണ്ട്. ഹണ്ട് ഫോർ തമസ് എത്രയോ അങ്ങനെ എന്തോ ആണ് പേര്. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 33 മിനിറ്റ് ആണ് ഈ സിനിമ നമ്മളിൽ നിന്നും അപഹരിക്കുന്ന സമയം. 18+ ഒന്നുമല്ല, 18- ആണെന്ന് പറയാം. കാരണം നമ്മൾ പ്രേക്ഷകർക്ക് അത്രയ്ക്ക് ബുദ്ധിയേ ഉള്ളൂ എന്ന് കരുതി എഴുതിയ ഒരു കഥയാണ് ഈ പടത്തിൻ്റെത്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.